10 മിനിറ്റ് കൊണ്ട് ഈ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് നമ്മൾ ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ വലിയ ചിലവൊന്നും ചെയ്യാതെ നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കിയെടുത്തു. ബൈബിളിൽ ഇട്ടിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് സ്റ്റാറിന്റെ ഭംഗി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു സ്റ്റാർ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 2 ചാർട്ട് പേപ്പർ ആണ്. അപ്പോൾ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. 2 ചാർട്ട് പേപ്പർ എന്ന് പറയാൻ കാര്യം, ഇതിന് നമ്മൾ സ്റ്റാറിന് 5 ലീഫ് വരുന്നുണ്ട്. അപ്പോൾ 5 എണ്ണം വരണമെങ്കിൽ നമുക്ക് 2 ചാർട്ട് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. ഈ ചാർട്ട് പേപ്പർ നമ്മൾ ഹാഫായിട്ട് മടക്കുക. ശേഷം നമ്മളിങ്ങനെ ഒന്നും കൂടെ ഒന്ന് മടക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ചാർട്ട് പേപ്പറിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ 4 ഷീറ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാർട്ടിൽ നിന്നും ഇതേ കണക്കിന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്ക് ഈ ഒരു ഷീറ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ക്വയറിനെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം മടക്കിയ ഈ അറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ രണ്ടാമത്തെ അറ്റം മടക്കാൻ. ഇത്രയെങ്കിലും ഗ്യാപ്പിൽ കുറച്ച് കയറ്റി വേണം മടക്കാനായിട്ട്. ഈ ഒരു ഭാഗം രണ്ടും കൂടി ചേർത്ത് ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഗ്ലൂ വെച്ച് കൊടുക്കാം. പശ വയ്ക്കുമ്പോൾ അടിയിലത്തെ ഷീറ്റുമായിട്ട് ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കുക. ആ മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഒരു 6 സെൻറ്റിമീറ്റർ വരച്ചു കൊടുക്കാം കേട്ടോ. ആ മുകളിലേക്ക് വരച്ചു കൊടുത്ത ആ പോയിന്റിൽ നിന്നും നമുക്ക് ഓരോ കോർണറിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റാറിൻ്റെ പുറം ഭാഗത്താണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈറ്റായിട്ടുള്ളൊരു കളർ പെൻസിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിന്മേ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈനിൽ നിന്നും 2 സൈഡിലേക്ക് വി പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലീഫിൻ്റെ രണ്ടറ്റം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കയറ്റി കട്ട് ചെയ്യണ്ട. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ ഒത്തിരി കയറ്റി വെട്ടുകയാണെങ്കിൽ അത് സ്റ്റാറിനൊരു അഭംഗിയായിട്ട് മാറും കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും ഇതേ കണക്കിന് തന്നെ മടക്കി കൊടുക്കാം. ഇനി ഇത് മറച്ചിട്ട് അപ്പുറത്തെ സൈഡിലും ഈ 2 ഭാഗം നമുക്ക് മടക്കി കൊടുക്കണം. ഇതിലൊരു വശത്ത് നമ്മൾ മടക്കിയ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പുറത്തെ ഓപ്പോസിറ്റ് വശത്ത് നമ്മൾ മടക്കിയത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു വശത്ത് മടക്കിയതും അപ്പുറത്തെ വശത്ത് കട്ട് ചെയ്തതുമായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതേ കണക്കിന് നമ്മൾ ബാക്കി 4 റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ ഉള്ളിൽ ബൾബ് ഇടുമ്പോൾ പുറത്തേക്ക് നല്ല വെളിച്ചവും ഭംഗിയൊക്കെ ഉണ്ടാവാനായിട്ട് ഇതിൽ ഹോൾ ഇടണം. അപ്പം ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഹോൾ ഇടാം. അപ്പോൾ ഹോൾ പഞ്ച് വെച്ചിട്ട് ഹോൾ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അപ്പം ഞാൻ ആണി വെച്ചിട്ടാണ് ഹോൾ ഇടണേ. ആണി വെച്ച് ഹോൾ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. മരയിട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഹോൾ ഇടാം കേട്ടോ.
ഞാനൊരു സൂചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ഹോളും കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഹോളിൻ്റെ മേലെ കൂടെ ആണി വെച്ചൊന്ന് പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി ഹോള് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതേ കണക്കിൽ നമുക്ക് എല്ലായിടത്തും ഹോൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റാറിൻ്റെ എല്ലാ ലീഫും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി ഒട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. കൂട്ടി ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ ഓരോ ലീഫിലും ഒരു സൈഡിൽ ഇതുപോലെ മടക്കി വെച്ച ഭാഗമുണ്ട്, ഒരു സൈഡിൽ മടക്കി വെക്കാത്ത ഭാഗമുണ്ട്. അപ്പോൾ ഒരു ലീഫിൽ മടക്കി വെച്ച ഭാഗവും മടക്കാത്ത ഭാഗവും തമ്മിലാണ് നമ്മൾ കൂട്ടി ഒട്ടിക്കേണ്ടത്. അതേ കണക്കിന് തന്നെ മടക്കിയ ഭാഗം, മടക്കാത്ത ഭാഗം, മടക്കിയ ഭാഗം, മടക്കാത്ത ഭാഗം, അങ്ങനെ നമ്മൾ ചേർത്ത് വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. മടക്കിയിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ പശ വയ്ക്കുക, ഉള്ളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. പറയുമ്പോൾ ഇതൊരു വലിയ സംഭവം പോലെ തോന്നുന്നതാണ് കേട്ടോ. ചെയ്യുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർ കെട്ടാനായിട്ട് ചരടിടണ്ടേ. അപ്പം അതിടാനായിട്ട് ഇതേ കണക്കിന് 2 ചെറിയ പീസ് പേപ്പർ വേണം. ചരടിന് നമ്മൾ ഹോൾ ഇടുമ്പോൾ ഇച്ചിരി ബലം കിട്ടാനാണ് നമ്മൾ ഈ ഒരു പീസ് പേപ്പർ ഹോൾ ഇടുന്ന ഭാഗത്ത് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പം നമുക്കിതാ ഈ ഒരു ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ലീഫിൻ്റെ ഭാഗത്തും ഇതേ കണക്കിന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ പേപ്പർ പീസ് ഒട്ടിച്ച ആ ഭാഗത്ത് കണ്ടില്ലേ, ആണി കൊണ്ട് തന്നെയാണ് ഞാൻ ഹോൾ ഇടുന്നത്. ഇതുപോലെ അപ്പുറത്തും ഹോൾ ഇടാം. 2 സൈഡിലും നല്ലൊരു ഹോൾ തന്നെ കിട്ടി. ഇനി നമുക്ക് ഈ ചരട് ഊരി പോകാതിരിക്കാൻ ഇതേ കണക്കിന് ഒരു പീസ് ഓഫ് എടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഉള്ളവർ അത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഈ ഒരു സ്റ്റിക്കുമ്പോൾ നമുക്ക് ചരട് കെട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റാറിൻ്റെ ഹോളിൽ കൂടെ ഈ ഒരു സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ലോക്കായിട്ട് ചരട് അവിടെ ഇരുന്നോളും. അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ബൾബ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ നമ്മൾ ചാർട്ട് 10 രൂപയെന്ന് തോന്നുന്നുണ്ട്. ചാർട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്ന ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇതേ കണക്കിന് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്റ്റാർ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സമയം 2:45 കേട്ടോ പുലർച്ചെ. അപ്പോൾ രാവിലെ ഇപ്പം മോനെ എണീറ്റ് വന്നപ്പോൾ സ്റ്റാർ കണ്ടപ്പോൾ റിയാക്ഷനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബൈ.